പാലാ മുനിസിപ്പാലിറ്റിയിൽ മുന്നണികളെ വെട്ടിലാക്കിയ പുളിക്കക്കണ്ടം കുടുംബം. ആ ബിനു പുളിക്കക്കണ്ടത്തിന്റെയും കുടുംബത്തിന്റെയും സൂപ്പർ ജയം നമ്മൾ സംസാരിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. ഇന്നലെ UDF-ഉമായുള്ള ധാരണയിൽ നമ്മുടെ സ്വന്തം ദിയ ചെയർപേഴ്സൺ ആകുമെന്നുള്ള തീരുമാനവും വന്നിരിക്കുകയാണ്. നമുക്കൊപ്പം ദിയ ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് ദിയ. ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഒരു ചെയർപേഴ്സൺ വൈബൊക്കെ സെറ്റായോ? ചെയർപേഴ്സണായിട്ട് അത് വൈബൊക്കെ സെറ്റാക്കി വരുന്നു. അപ്പോ MBAക്ക് പഠിക്കാൻ പോകുമോ അതോ പാലാ നഗരസഭ ഭരിക്കുവോ? പാലാ നഗരസഭയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് പാലാ നഗരസഭയുടെ അധ്യക്ഷയായിട്ട് പാലാ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇനി. MBA അത് ചെയ്യും. അതിനി പയ്യെ ഓൺലൈനായിട്ട് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. MBAയിൽ ഏതായിരുന്നു സ്ട്രീം? ഏതായിരുന്നു? ശരിക്കും നഗരസഭാ ഭരണം എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ സെഷനായി മാറാൻ പോവുകയാണ്. ഉറപ്പായിട്ടും എനിക്ക് HR ഹ്യൂമൻ റിസോഴ്സ്മെന്റ് ആയിരുന്നു താല്പര്യം. അപ്പം എനിക്ക് ജനങ്ങൾ അല്ലെങ്കിൽ ആൾക്കാരെ എനിക്ക് പൊതുവെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു വലിയ ഇതാണ്. ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും കിട്ടാൻ പറ്റുന്ന ഒരു ലൈഫ് ലെസൺ ഇതാണ്. ഞാൻ ദിയയുടെ പ്രൊഫൈൽ ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ ദിയ ഇനിയിപ്പോൾ MBAക്കാണ് പോകുന്നത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലാദ്യം തോന്നി. കാരണം HR ആണ് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ. നമുക്കിടയിലുള്ള മനുഷ്യരെ, പലതരം മനുഷ്യരെ, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിനൊക്കെ പരിഹാരമുണ്ടാക്കി പലതരത്തിലുള്ള രാഷ്ട്രീയക്കാരെ കൈകാര്യം ചെയ്തു. അതും പാലാ പോലൊരു സ്ഥലത്ത്, അതും ചെറിയ വിജയമല്ല. നമ്മുടെ മാണി സാറിൻ്റെ പാർട്ടിയെ അപ്പുറത്തെ ബെഞ്ചിൽ ഇരുത്തുകയാണ്. വെല്ലുവിളിയാവുമോ? ഇത് എൻ്റെ ഒപ്പം 13 പേരുണ്ട്. ഞങ്ങൾ 14 പേര് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനിപ്പം അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണല്ലോ അവരും പ്രവർത്തിക്കുന്നത്. അപ്പം അവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പപ്പയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അത്രയും ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. ബിനുവിന്റെ ഒരു 10-20 വർഷമായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഭരണ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. കൗൺസിലറായിട്ട് അല്ലെങ്കിൽ ഈ വാർഡംഗമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദിയയുടെ ജനനവും ദിയയുടെ വളർച്ചയും ഒക്കെ. അപ്പോൾ അച്ഛനെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ഒരു പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കുന്ന, എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരു അച്ഛനെ ആയിരിക്കുമല്ലോ അല്ലേ ദിയ? അച്ഛന് 10-15 വയസ്സുള്ളപ്പോൾ, അതിന് മുമ്പ് തന്നെ അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ്. എനിക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കൗൺസിലറായിട്ട് നിന്ന് ജയിക്കുന്നത്. ഇപ്പം അച്ഛൻ്റെ 5ാമത്തെ ടേമാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞാൽ ഇപ്പം 5 വർഷമായിട്ട് തുടർന്ന് ജയിക്കണമെങ്കിൽ അത് ഈ അച്ഛൻ ഇപ്പോൾ ഈ വാർഡുകളിൽ ചെയ്ത പ്രവർത്തനങ്ങളും അച്ഛൻ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളും തന്നെയാണ്. കുഞ്ഞുനാളിലെ തൊട്ട് ഇത് കണ്ടാണ് ഞാനും വളർന്നത്. ഇപ്പോൾ വീട്ടിലെ ആൾക്കാരെന്തെങ്കിലും ഒരു അച്ഛനെ കാണാൻ ഇപ്പോൾ ഒരു ആവശ്യത്തിന് വരുവാണെങ്കിൽ ആ കൂടെ ഇരുന്ന് എന്താ പറയുന്നതെന്നെല്ലാം കേൾക്കുകയും അല്ലെങ്കിൽ ജനസഭയ്ക്കെല്ലാം പോവുകയും ഇതൊക്കെയായിരുന്നു കുഞ്ഞിലായിട്ടുള്ള ഞാൻ കണ്ടു വരുന്നത്. അപ്പോൾ രാഷ്ട്രീയം ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. പ്രവർത്തന പരിചയക്കുറവ്, നേരിട്ടുള്ള പ്രവർത്തന പരിചയക്കുറവ് ഉണ്ടായേക്കാം. പക്ഷേ എൻ്റെ കൂടെ തന്നെ ഇപ്പം അച്ഛനും വലിയച്ഛനും മാത്രമല്ല, കൂടെയുള്ള ബാക്കിയുള്ള 12 കൗൺസിലേഴ്സും ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ നിന്നൊക്കെ പ്രചോദനം വാങ്ങി അവരുടെ സപ്പോർട്ടും സ്നേഹവും അഡ്വൈസസും കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ അച്ഛനും വലിയച്ഛനും ചെയർപേഴ്സൺ ആയി കഴിയുമ്പോൾ വീട്ടിൽ വിളിക്കുന്ന പോലെ ദിയമോളെ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ, മാഡം എന്ന് വിളിക്കേണ്ടി വരില്ലേ? എല്ലാവരും എന്നെ ഇനി കളിയാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇനി നിന്നെ എടി പൊടിന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ, ചെയർപേഴ്സൺ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനതിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും അച്ഛൻ മകളെ വിളിക്കുക എന്ന്. കാരണം ഒഫീഷ്യലി ചെയർപേഴ്സൺ ആണല്ലോ, വീട്ടിലല്ലേ മകൾ. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ? അച്ഛൻ എന്ത് പറയുന്നു? നഗരസഭയില് അല്ല, അച്ഛൻ ഇതുവരെ നഗരസഭാ ഭരണം അങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടില്ലല്ലോ. കൗൺസിലറാണ് ആയിരുന്നത്. പക്ഷെ മകൾക്കാണ് ആ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ആ ഒരു ഭാഗ്യം വരുന്നത്. ഞാൻ സത്യം പറയാലോ, അതൊരു വലിയ ദൈവനിയോഗമായിട്ട് തന്നെ കാണുന്നു. അച്ഛന് കഴിഞ്ഞ വർഷം ചെയർമാൻ ആകാൻ ഇരുന്നതാണ് അവസരം. പിന്നെ പല കാരണങ്ങൾ അത് ലഭിച്ചില്ല. അതിപ്പോൾ എനിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇത്രയും നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടിട്ട് ആദ്യമായിട്ട് ഇപ്പം നഗരസഭയിലെ യങ്ങസ്റ്റ് മെമ്പറാണ്. ഇപ്പോൾ ഐ തിങ്ക് ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആവാൻ പോവുകയാണ് ചെയർപേഴ്സൺ എന്ന നിലയിൽ. അതൊരു വലിയൊരു ദൈവനിയോഗമായിട്ട് കാണുന്നു. അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിനോടൊപ്പം ഒത്തിരി റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട്. വീട്ടിൽ എല്ലാവരും എക്സൈറ്റഡ് ആണ്, എല്ലാവരും ഹാപ്പിയാണ്. വീട്ടിൽ നിന്ന് 3 പേര് നിന്നപ്പോഴുള്ള
അവർക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഉണ്ട്. ഇപ്പം എൻ്റെ അമ്മയാണേലും എൻ്റെ ഗ്രാൻഡ് മദർ ആണേലും എല്ലാവർക്കും ട്രിപ്പിൾ ടെൻഷനായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ട്രിപ്പിൾ സന്തോഷം ഉണ്ടാക്കുന്നു. ഓക്കെ, പ്രായം ഒരു നമ്പർ മാത്രമാണെന്ന് ദിയ പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രം കുറിക്കുന്നു. അതോടൊപ്പം ജെൻസി ചെയർപേഴ്സൺ ആണ്, ഫസ്റ്റ് ജെൻസി ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ആ ഒരു നമ്മളെ ഇനി തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്ന ജനറേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരാൾ എന്ന നിലയിൽ ഇപ്പോൾ പാലായിൽ മാത്രമല്ല കേരളത്തിലുടനീളം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി നിർത്തേണ്ട ഒന്നല്ല, അപൊളിറ്റിക്കലായിട്ട് ഇരിക്കേണ്ടവരല്ല യങ് ജനറേഷൻ എന്നുള്ളൊരു മെസ്സേജ് കൂടി ദിയ കൊടുക്കുകയല്ലേ? ഉറപ്പായിട്ടും ചേച്ചി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പൊളിറ്റിക്കൽ എന്നുള്ളൊരു സ്റ്റാൻസിലേക്ക് ഉണ്ടോയെന്ന് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും പൊളിറ്റിക്സ് വേണം. നിങ്ങൾ പൊളിറ്റിക്സിൽ എന്നെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും മാറി നിൽക്കേണ്ട ഒരു കാര്യമല്ല പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമുക്കൊരു നിലപാടില്ലെങ്കിൽ പോലും ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പൊളിറ്റിക്സ് വേണം. അത് ജെൻസി സംബന്ധിച്ചിടത്താണെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ പോലെ എന്താ പറയുന്നത് മുദ്ര വിളിച്ചുള്ള രാഷ്ട്രീയം, അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഞങ്ങളുടെ ചിന്താഗതി മാറിയിട്ടുണ്ടാകാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ജെൻസി നോക്കുന്നത് ആൾക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരുടെ ബേസിക് കമ്മ്യൂണിറ്റീസ് അവരിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ പാലാ എടുത്ത് നോക്കുകയാണെങ്കിൽ കോട്ടയം ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കുക, അവർക്ക് ബേസിക് അവർക്കൊരു വീട്, എല്ലാ വീട്ടുകാർക്കും ഒരു വീട് എന്നുള്ളൊരു സ്വപ്നം എത്തിച്ചു കൊടുക്കുക, അവരിലേക്ക് തൊഴിലവസരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവർക്ക് ആക്സസ് ടു വാട്ടർ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഇതൊക്കെ ബേസിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ എത്തിച്ചു കൊടുക്കുകയായിരിക്കും എൻ്റെ പ്രൈമറി ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് പൊളിറ്റിക്സ് ആണ് ദിയയുടേതെന്നാണ്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടിനപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക ദിയ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പാലായ്ക്ക് വരുന്നുണ്ട്. ദിയയുടെ ഭരണം എങ്ങനെയൊക്കെയുണ്ട്? പാലാ വികസിച്ചോ? നഗരസഭയുടെ ഭാഗമായിട്ടുള്ള വഴികളും അതുപോലെ തന്നെ കുടിവെള്ളവും ഒക്കെ വികസിച്ചോ എന്നറിയാൻ വരുന്നുണ്ട്. മോസ്റ്റ് വെൽക്കം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇന്ന് ഗംഭീരമായിട്ട് അധികാരമൊക്കെ ഏറ്റ് 15ാം വാർഡ് മാത്രമല്ല, ഇനി ആ ഒരു നഗരസഭ മൊത്തം നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ദിയ. ഒപ്പം ദിയയുടെ ഫാമിലി മെമ്പേഴ്സിനും അച്ഛനും വല്യച്ഛനും.